ഒരുപാട് ആളുകളെ കഴുമരത്തിൽ അവിടെ ഏറ്റിയിട്ടുണ്ട്. പക്ഷേ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ നിറഞ്ഞ ഈമാൻ, അല്ലാഹുവിനോടുള്ള ആത്മബന്ധം ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. ചോദിക്കുന്നു ഖുബൈബ്, അവസാനമായിട്ട് വല്ല ആഗ്രഹവുമുണ്ടോ? ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ദഊനി ഉസല്ലി റക്അതൈൻ, എന്നെ കെട്ടൊന്ന് അഴിച്ചു തരൂ, ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ, അല്ലാഹുവിനോടൊന്ന് മുനാജാത്ത് നടത്തട്ടെ. ആ റബ്ബല്ലേ എനിക്ക് ഭക്ഷണം തന്നത്, ആ റബ്ബല്ലേ എനിക്ക് സ്പെഷ്യലായി നിങ്ങൾ ആരും കൊണ്ടുതരാത്ത നല്ല മുന്തിരി തന്നത്, ആ റബ്ബല്ലേ എനിക്ക് ബഹുമാനം നൽകുന്നത്, ആ റബ്ബല്ലേ ഇത്രയും കാലം എനിക്ക് ജീവനും എനിക്ക് സംരക്ഷണവും തന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് എന്റെ ഖാലിഖായ റബ്ബിനോടാ. അതിനപ്പുറം വലിയ കടപ്പാട് എനിക്ക് ആരോടുമില്ല. അവർ കയ്യിന്റെ കെട്ടയിച്ചു കൊടുത്തപ്പോ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് മഹാനവറുകളുടെ മനസ്സിന്റെ താല്പര്യം, ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന സർവ്വ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ, സൗമ്യതയുടെ ഭാഷയിൽ ഒരു കാര്യം പറയട്ടെ. കഴുമരത്തിന്റെ മുന്നിൽ വെച്ചും അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്നൊരു മനസ്സ്, അള്ളാഹുവിലേക്ക് തിരിയുന്നൊരു മനസ്സ്, ഒരിഞ്ച് പോലും പേടിക്കാതെ ഭയപ്പാടില്ലാതെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുനാജാത്ത് നടത്താനും അത്തഹിയാത്ത് പറയാനും കെൽപ്പുള്ളൊരു മനസ്സ്, ആ മനസ്സ് നിറയെ അള്ളാഹുവിനോടുള്ള കണക്ഷനാ.